ഇത് എൻ്റെ അനുഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോൺ വിളിക്കുന്നത് കണ്ടാൽ ഹാലിളകുന്ന ഒരു പൂവൻ കോഴിയുടെ മുമ്പിൽപ്പെട്ടു. ഫോൺ വിളിയും കോഴിയും തമ്മിലുള്ള ബന്ധമെന്താണെന്നല്ലേ? അതിൻ്റെ രസകരമായ വിശേഷങ്ങളാവട്ടെ ഇത്തവണത്തെ എമിറേറ്റ്സ് ഐയിൽ ആദ്യം. സ്ഥലം ദുബായ് റാസൽഖോറിലെ റോയൽ ട്രക്ക് ട്രാൻസ്പോർട്ടിന്റെ വർക്ക്ഷോപ്പ്. മുതലാളിയാവട്ടെ തൊഴിലാളിയാവട്ടെ പരസ്യമായി ഇവിടെ ഫോൺ വിളിക്കാൻ പാടില്ല. നിയമം കമ്പനി വകയല്ല. പിന്നെയോ കൂവിത്തെളിഞ്ഞ നമ്മുടെ പൂവൻ കോഴിയുടേതാണ്. ആരെങ്കിലും ഫോൺ വിളിക്കുന്നത് ഇവന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ പിന്നെ കാര്യം പോക്കാണ്. മണിച്ചിത്രത്താഴ് സിനിമയിലെ ഗംഗയെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമാണ് പിന്നെ. ഫോൺ വിളിയും ഈ പൂവൻ കോഴിയും തമ്മിലുള്ള കൗതുകകരമായ ബന്ധത്തെക്കുറിച്ചറിയാനെത്തിയ ഞങ്ങൾക്കും കിട്ടി ഒരവസരവും പാഴാക്കാത്ത കോഴിയുടെ കൊത്ത്. കോഴി ഞങ്ങൾ മേടിച്ചതാണ്, കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇവിടെ ഞങ്ങളുടെ ലേബേഴ്സ് ഇവിടെയൊക്കെ രാവിലെ പണിക്ക് വരും. അപ്പോൾ രാവിലെ പണിക്ക് വരുന്നതിന് മുമ്പ് അവർ നാട്ടിലോട്ട് വിളിക്കാനൊക്കെ ആയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. ഫോൺ ചെയ്യുന്ന സമയത്ത് കോഴി കൂവും. കോഴി കൂവുമ്പോൾ ഇതിനെ കല്ലെടുത്ത് എറിയലും പരിപാടി തൊഴിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ എറിയുന്നതും തൊഴിക്കലും ആയപ്പോൾ കോഴിക്കും ദേഷ്യം കൂടി. കോഴി ഫോൺ ചെയ്യുന്ന ആരെ കണ്ടാലും ഓടിച്ചിട്ട് കൊത്തലായി. ഇപ്പോൾ ഇതൊരു ശീലമായി. ഇപ്പോൾ ആരെ കണ്ടാലും കോഴി ഫോൺ ചെയ്യുവാണെങ്കിൽ ആരെ കണ്ടാലും ഓടിച്ചിട്ട് കൊത്തും. എവിടെ നിന്ന് വിളിച്ചാലും അത് ഓടി വന്ന് കൊത്തും. 150 പേരോളം ഉണ്ട് ഇവിടെ, ഡ്രൈവർമാരും അതൊക്കെ ആയിട്ട്. ആര് വന്നാലും കോഴിക്ക് ഡ്രൈവറെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ആര് വന്നാലും കോഴി കൊത്തും, ഫോൺ ചെയ്തതാണെങ്കിൽ. വർക്ക്ഷോപ്പിൽ സ്ഥിരമായെത്തുന്ന തിരുവമ്പാടിക്കാരനായ ഗഫൂറിന് ഇതിപ്പോൾ ശീലമായിരിക്കുന്നു. ഞാനൊരു ദിവസം ഇവിടെ എൻ്റെ വണ്ടീൻ്റെ കാര്യത്തിന് പിന്നെ പണിയെടുപ്പിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോള് വന്ന് ഞാനിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് വേക്കുന്ന എന്തോന്ന് കൊത്തുന്നതുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പൂവൻകോഴി എന്നെ ഇങ്ങനെ പാറി കൊത്തുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഞാൻ ആട്ടി ഓടി ഫോൺ ചെയ്ത് മുന്നോട്ട് പോയി വീണ്ടും എന്താണെന്ന് കൊത്തുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ച ഇവർ പറഞ്ഞു ഈ ഫോൺ ചെയ്യുന്നവരെ ഈ കോഴിക്ക് കൊത്തുന്നൊരു ഇതുണ്ട്. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, വീണ്ടും വരുമ്പോൾ എനിക്ക് ഫോൺ എടുക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് കോഴിനെ ഓർമ്മ വരും. ഞാൻ ഫോണ് പോകലിലേക്ക് തന്നെ ഇടും. പിന്നെ അത്യാവശ്യം കോള് ഒരു പ്രാവശ്യം വന്ന് കോൾ ചെയ്യുമ്പോൾ ഈ കോഴി ഇതാ പറന്നു വന്ന് എന്നെ കൊത്തുന്നു. ഇതിനിടയിൽ കോഴിയെ മൊബൈൽ വിരോധിയാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ച സർദാർജി വർക്ക്ഷോപ്പിലേക്കെത്തി. യാദൃശ്ചികമായാണ് ഇങ്ങനെയൊരു അനുഭവമുണ്ടായതെന്ന് സർദാർ പറയുന്നു. मैं फ़ोन करता था. फ़ोन करने के टाइम में मुझे भी थोड़ा काटना स्टार्ट किया. काटने के बाद में मैं इसको पत्थर मारना स्टार्ट किया और बाद इसको आदत पड़ गया. आदत पड़ने के बाद में सभी को कोई भी आया, ड्राइवर लोग आता है या कोई भी फ़ोन कर रहा है, इधर से बात कर रहा है, तो उसने इसको काटना स्टार्ट कर दिया. പൂവൻ കോഴിക്ക് കൂട്ടായി വേറെയും കുറെ കോഴികളും താറാവും ഈ വർക്ക്ഷോപ്പിലുണ്ട്. നാടിന്റെ ഓർമ്മയിൽ വർക്ക്ഷോപ്പിൽ ട്രക്കുകൾക്ക് നടുവിൽ ചെറിയൊരു ലോകം തന്നെ ജോസ് അബ്രഹാം തീർത്തത് കാണാം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കാരനാണ്. അപ്പം നാട്ടിലും നമുക്ക് കൃഷിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. അപ്പം ഞങ്ങളുടെ സ്വന്തമാണ്, അനിയൻ്റെ കമ്പനിയാണ്. അപ്പം ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് വന്നതിൻ്റെ പേരിൽ ഇവിടെ സൗകര്യങ്ങളുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കോഴീനെയും താറാവിനെയും ഒക്കെ ഞങ്ങൾ വളർത്തി തുടങ്ങി. നമ്മൾ രാവിലെ ഇവിടെ വരുന്നു, രാത്രിയിലാണ് ഇവിടെ തിരിച്ചു പോകുന്നത്. നമ്മുടെ ഏർപ്പാടുകളെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം ഇതുങ്ങളെ കാണുക, സംരക്ഷിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലി നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. അതൊരു ആത്മസംതൃപ്തി. പ്രതികാര ബുദ്ധിയോ പോരിനുള്ള ഭ്രമമോ എന്തോ ആവട്ടെ, ഈ പൂവൻ കോഴിയുടെ ഫോൺ വിരോധം വർക്ക്ഷോപ്പിലെത്തുന്നവർക്ക് കൗതുക കാഴ്ചയാവുകയാണ്.